ആദ്യമായിട്ടാണ് സത്യത്തിൽ കോമഡി ആയിട്ട് ഫീൽ ചെയ്തത്. അത്രയ്ക്ക് കോമഡി പരിപാടികളാണ് ഇന്നലെ കേരളത്തിൽ അരങ്ങേറിയത്. എന്തോന്നാടേ ഇത്? ലിറ്ററലി ഇത്രയും ഭ്രാന്ത് പിടിച്ച ആളുകളുണ്ടോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെയ്യാറ്റിൻകര ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മക്കളും അമ്മയും കൂടെ ചേർന്ന് സമാധിയാക്കി. ഈ സമാധി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ധാരണ കാണത്തില്ല എന്താണ് സമാധി എന്ന്. സോ എന്നിട്ട് അതിന്റെ കല്ലറ പൊളിക്കാനുള്ള ശ്രമമൊക്കെ ഇന്ന് പോലീസും കളക്ടറും ഒക്കെ നടത്തി. പക്ഷേ ഫെയിലായി പോയി. ഈ ഒരു സ്റ്റോറി ഞാനൊന്ന് പറയാം. ഇന്ന് 14 ഈ സംഭവം നടന്നിട്ട് ഏകദേശം 5 ദിവസമായി. 9-ാം തീയതി ഈ പറയുന്ന ഗോപൻ സ്വാമി വന്നിട്ട് മോന്റെ അടുത്ത് പറയാണ്, മോനെ എടാ എനിക്ക് സമാധിയാവാൻ സമയമായി. അന്നേരം പുള്ളി തന്നെ അവിടെ ഒരു കോൺക്രീറ്റിന് സാധനമൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി അവിടെ പോയിരുന്നു. രാവിലെ ഒരു 10:30 ആയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. വീട്ടുകാരുടെ ആഴത്തും പറഞ്ഞില്ലെന്നാണ് പറയുന്നത്. അവിടെ കൊണ്ടിരുത്തി അച്ഛനെ സമാധിയാക്കി. ഇത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവര് ഒരു പോസ്റ്റർ, ഈ പറയുന്ന ഗോപൻ സ്വാമി സമാധിയായെന്നും പറഞ്ഞൊരു പോസ്റ്റർ അവിടെ കൊണ്ടൊട്ടിക്കുന്നത്. അന്നേരമാണ് നാട്ടുകാരറിയുന്നത് ഇങ്ങനെ മരിച്ചുപോയിരുന്നു. അപ്പോഴത്തേക്ക് നാട്ടുകാർക്ക് സംശയം അടിച്ചു. ഓക്കെ, ഇങ്ങനെ തല്ലി വല്ലതും കൊന്നിട്ട് കൊണ്ട് കുഴിച്ചിട്ടാണോ എന്ന് ഡൗട്ട് അടിച്ചു. സോ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വന്ന് വിഷയമായി. അതേ തുടർന്നുള്ള കലാപരിപാടികളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇതിന്റെ ദുരൂഹത അറിയണമെങ്കിൽ എന്താണെങ്കിലും ഈ പുള്ളിക്കാരന്റെ, ഈ പറയുന്ന ഗോപൻ സ്വാമിന്റെ ആ ഒരു ബോഡി പുറത്തെടുത്താലേ പറ്റത്തുള്ളൂ. അതിനാണെങ്കിൽ വീട്ടുകാർ തല്ലിക്കൊന്നും സമ്മതിക്കത്തുമില്ല. ഇത് മിക്കവാറും പുറത്തെടുക്കുന്ന സമയത്ത് ശ്വാസം മുട്ടിയായിരിക്കും മരിച്ചത്. കല്ലറയ്ക്കകത്തിരുന്നിട്ടല്ലേ മരിക്കണേ. ഈ പറയുന്ന മകനും മരുമക്കളും അമ്മയും എല്ലാം കൂടെ അകത്തു പോകാനുള്ള ചാൻസും കാണുന്നുണ്ട്. സോ ഫർദർ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇന്ന് അത് പൊളിക്കൽ നടക്കുമെന്ന്. ഓൾറെഡി ഇപ്പൊ തന്നെ 5 ദിവസം, 9-ാം തീയതിയാണ് ഈ സമാധി ആയത്. ഇന്ന് 14-ാണ്, 5 ദിവസം ആയിട്ടുണ്ട്. അന്നേരം ആ ഒരു ബോഡീന്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല. ഓരോ ദിവസം കഴിയുന്നതോറും ചിലപ്പോൾ ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. മേ ബി ചിലപ്പോൾ ഇന്നോ നാളെയോ ഇത് പുറത്തെടുക്കാൻ ചാൻസ് ഉണ്ട്. കമന്റ് സെക്ഷനിൽ മൊത്തം എന്തായാലും പെടക്കോഴികളുടെ അഴിഞ്ഞാട്ടമാണ് നമ്മുടെ കളക്ടർ സാറിനെ കണ്ടിട്ട്. കളക്ടർ ആള് ചുള്ളനാണല്ലോ, ഞാൻ കളക്ടറെ മാത്രമേ കണ്ടുള്ളൂ, ചോദിക്കാൻ പാടില്ലാത്തതാണ്. ഈ സമയത്ത് കളക്ടറുടെ ഇൻസ്റ്റാ ഐ ഡി ഒന്ന് സെൻഡ് ചെയ്യും. മറ്റേ മസ്തി വിത്ത് മസ്താനിയിലെ മസ്താനിയൊക്കെ എൻ്റെ അടി ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിന്റെ കമന്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഓടിയെന്ന് തോന്നുന്നു. എന്താ അറിയാൻ പാടില്ല. കോഴിത്തരം കാണിച്ചുകൊണ്ട് ആൾക്കാർ ഒന്ന് പൊങ്കാലിട്ട് കാണും. അതായിരിക്കും ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഓടിയത്. അപ്പൊ കമന്റ് സെക്ഷൻ മൊത്തം പെടക്കോഴികളാണ് ഗൈസ്. അങ്ങനെ കുറെ ടീംസ്, എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ശരിയെങ്കിൽ ടാറ്റ ബൈ ബൈ. സമാധി ആയില്ലെങ്കിൽ പിന്നെയും കാണാം.